ഡയറക്ടർ വൈശാഖിൻ്റെ അടുത്ത് ചോദിച്ചു, മുറുക്കിയിട്ട് സംസാരിക്കട്ടെ, അപ്പോൾ ഒരു വ്യത്യാസം വരുമല്ലോ എന്ന് ചോദിച്ചു. അത് മുറുക്കിയപ്പോഴത്തേക്ക് നമ്മൾ ഡയലോഗിൻ്റെ ഒരു സുഖം, അതിൻ്റെ ഒരു ടോൺ മാറി. കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം. പുലിയെ കൊല്ലണമെങ്കിൽ അതിൻ്റെ മടയിൽ ചെന്ന് കൊല്ലണം. അതാണ് കാടിന്റെ നീതി. 40 വർഷമായി നാടകത്തിലൂടെയും മിനി സ്ക്രീനിലൂടെയും സിനിമയിലൂടെയും മലയാളിക്ക് പ്രിയങ്കരനായ കലാകാരൻ. വിധേയനിലെ തുമ്മിയായും പുലിമുരുകനിലെ മൂപ്പനായുമെല്ലാം വേഷപ്പകർച്ച നടത്തിയ നടൻ. എം.ആർ. ഗോപകുമാർ. അതിലെ ഏത് ക്യാരക്ടർ? ഞാൻ തുമ്മി എന്ന് പറയും. ഗോപകുമാറെ, നിങ്ങൾ ഇനി ജീവിതത്തിൽ വേറെ ഒരു കഥാപാത്രവും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഈ കഥാപാത്രം കൊണ്ട് നിങ്ങളുടെ ജീവിത അവസാനം വരെ അറിയപ്പെടും. 33 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ആ സിനിമ കണ്ടവരെല്ലാവരും വിധേയനിലെ തൊമ്മിയല്ലേ എന്ന് ചോദിക്കും. നാടകവേദികളിൽ നിന്ന് അഭിനയത്തിന്റെ പടവുകൾ കയറി അന്താരാഷ്ട്ര തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട തന്റെ കലാജീവിതത്തെക്കുറിച്ച് എം.ആർ. ഗോപകുമാർ പറയുന്നു. അടൂർ സാറിൻ്റെ ഫോൺ ഇവിടെ അപ്പുറത്ത് വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ വിളിച്ച് ഞാൻ പോയി അറ്റൻഡ് ചെയ്തപ്പോൾ ഇങ്ങനെ കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരാൾ വിളിച്ചിരുന്നു, ബോംബെയിലുള്ള, എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീയാണ്. അവരെ വിളിച്ചിരുന്നു. ഗോപകുമാറിൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ ജുറാസിക് പാർക്ക് എന്ന് പറയുന്നതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അവിസ്മരണീയമായ നാടകകാലം. നരേന്ദ്രപ്രസാദ്, ഹരിഹർ സാറ്, ഞാൻ, ഗോപാലകൃഷ്ണൻ, പിന്നെ ഞങ്ങളുടെ ഓഫീസിലുള്ള 1-2 പേര്. നാട്യഗൃഹം എന്ന് പറയുന്ന സംഘടന പിന്നീട് തിരുവനന്തപുരം നാടകവേദിയിൽ ഒരു ചരിത്രമായി. അടൂർ ചിത്രങ്ങളിലെ അനുഭവങ്ങൾ. ഈ അടൂർ സാറിനൊരു സ്വഭാവമുണ്ട്, അതായത് ആർക്കും സ്ക്രിപ്റ്റ് കൊടുക്കില്ല. സ്ക്രിപ്റ്റ് കൊടുത്ത് അത് നമ്മൾ വായിച്ച് ആ പരിപാടിയില്ല. ആ ഷോട്ട് എടുക്കുമ്പോൾ സ്ക്രിപ്റ്റ് പുള്ളി അത് വായിക്കും, സീൻ വായിക്കും. ആ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പുള്ളി പറയും, അതനുസരിച്ച് ചെയ്താൽ മതി. പ്രതിഭാധനരുത്തുള്ള അഭിനയം. മമ്മൂട്ടിക്ക് പുള്ളി സ്വന്തം കുക്ക് ഉണ്ട്, കൂടെ ഉണ്ട്. അപ്പോൾ എൻ്റെ വയറിന് പ്രശ്നമായെന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഇവിടുത്തെ ഫുഡ് കഴിക്കണ്ട, എൻ്റെ ഫുഡ് വരും, അത് കഴിച്ചാൽ മതി, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. മറക്കാത്ത സംഭവങ്ങൾ. ശരീരത്തിൽ എവിടെയെങ്കിലും ഈ കുരു പോലെയൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്, ഇവിടെ ഒരു ചെറിയ കുരു പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കാണട്ടെ എന്ന് പറഞ്ഞു, കാണിച്ചു. ഇത് കുഴപ്പമില്ല, ഇത് ചിക്കൻ ബോക്സാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടർ മറ്റന്നാൾ എൻ്റെ മാരേജാണ്. എം.ആർ. ഗോപകുമാറിന്റെ ജീവിതകഥ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. 1993 മാർച്ച് മാസം, വേനൽ തുടങ്ങി, നല്ല ചൂട് തുടങ്ങി. ഞാനിങ്ങനെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ഓഫീസിൽ ഞങ്ങളുടെ സെക്ഷനിൽ ഫോൺ അടിക്കുന്നു. അപ്പോൾ സെക്ഷൻ ഓഫീസർ, ജൂനിയർ അക്കൗണ്ട്സ് ഓഫീസർ എന്ന് പറയും, അദ്ദേഹം ഫോൺ എടുത്തിട്ട് നിങ്ങൾക്കൊരു കോളുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. ഹലോ, ഓമറെ, ഞാൻ അടൂരാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ സാർ? അതിനു മുമ്പ് ഞാൻ മതിലുകൾ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അപ്പോൾ ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. പക്ഷേ ഈ വിളി ഞാൻ പ്രതീക്ഷിച്ചതല്ല. അല്ല, ഇപ്പം എന്താ പരിപാടി? ഓഫീസിലിരിക്കുകയാണ് സാർ. അത് മനസ്സിലായി. അല്ല, ഞാൻ ഓഫീസിലോട്ടാണല്ലോ വിളിച്ചത്. എന്താ വേറെ എന്തെങ്കിലുമൊക്കെ എൻഗേജ്മെൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അല്ല, ഇപ്പോൾ ഒന്നുമില്ല, ഞാൻ വെറുതെ നാടകമൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇന്ന് വൈകുന്നേരം വീട്ടിലോട്ടൊന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പിന്നെന്താ സാർ, വരാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് വൈകുന്നേരം, അതെനിക്ക് സ്കൂട്ടറാണ്. ആ സ്കൂട്ടർ വൈകുന്നേരം അടൂർ സാറിൻ്റെ വീട്ടിൽ പോയി. അതിന് മുമ്പേ ഞാൻ പോയിട്ടുണ്ട്, മതിലുകളുടെ സമയത്തൊക്കെ അതായത് സാറുമായിട്ട് പരിചയമുണ്ട്, വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ നേരെ ആക്കുളത്തുള്ള സാറിൻ്റെ വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ അവിടെ അടൂർ സാറുണ്ടായിരുന്നു, കൂടെ നമ്മുടെ അലിയാർ സാറുണ്ടായിരുന്നു, ഡബ്ബിങ് ആർട്ടിസ്റ്റൊക്കെ നാഷണൽ അവാർഡൊക്കെ കിട്ടി, അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ നാടക സംഘത്തിലുള്ള ആളാണ്. അപ്പം എൻ്റെ നമ്പരൊക്കെ കൊടുത്തത് ശരിക്കും അലിയാർ സാറിൻ്റെ നിന്നാണ് നമ്പർ വാങ്ങിക്കുന്നത് തന്നെ, എല്ലാ കാര്യങ്ങളും ആദ്യം വാങ്ങിച്ചിരുന്നത്. അപ്പോൾ വിളിച്ചു, വന്നോ, വാ ഇരിക്കുന്നൊക്കെ പറഞ്ഞിരുന്നു. അല്ല, കഴിഞ്ഞ സിനിമ തുടങ്ങിയിട്ട് 4 വർഷം ആയില്ലേ, ഇപ്പോൾ മതിലുകൾ കഴിഞ്ഞിട്ട് 4 വർഷം ആയില്ലേ, ഞാൻ ഒരു പുതിയ സിനിമ എടുത്താൽ കൊള്ളാം എന്നൊരു ആലോചനയുണ്ട്. സന്തോഷം സാറ്. മിക്കവാറും 4 വർഷമെങ്കിലും എടുക്കും, ഒരു സിനിമ കഴിഞ്ഞാൽ 4 വർഷമെങ്കിലും എടുത്തിട്ട് അടുത്ത സിനിമ തുടങ്ങുള്ളൂ. അപ്പോൾ അതിൽ ഇതൊരു സക്കറിയയുടെ ഒരു കഥയാണ്.
മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ട്, അപ്പോൾ മതിലുകളിലെ പോലെ മമ്മൂട്ടി പ്രധാന വേഷം അഭിനയിക്കുന്നുണ്ട്, നമ്മളതിലൊരു ചെറിയ വേഷം, മതിലുകളിൽ ഞാനൊരു ചെറിയ വേഷമാണ് ചെയ്തത്, ഒരു പേരും ഇല്ലാത്തൊരു കഥാപാത്രമാണ് ചെയ്തത്. അപ്പോൾ അത് ഇന്ന കഥാപാത്രം എന്ന് പറയണമെങ്കിൽ തന്നെ കുറേ പറഞ്ഞാലേ അത് ഇന്ന കഥാപാത്രം അത് കണ്ടവർക്ക് പോലും മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുപോലത്തെ ഏതെങ്കിലും കഥാപാത്രമായിരിക്കും. മമ്മൂട്ടി ഉണ്ടല്ലോ, മമ്മൂട്ടിയല്ലേ ഹീറോ ആയിട്ട്. അപ്പോൾ ശരി, അത് ഭാസ്കര പട്ടേലൊരു എൻ്റെ ജീവിതമെന്നും പറഞ്ഞ് സക്രിയ ഒരു പുസ്തകമായിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ ഇല്ല, വായിച്ചിട്ടില്ല. അതിലൊരു കഥാപാത്രമുണ്ട്, തൊമ്മി എന്നാണ് പേര്. അത് നിങ്ങളുടെ ഈ രൂപവും ഭാവമൊക്കെ വെച്ച് നിങ്ങൾ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്നു. അന്ന് ഞാൻ ഈ ഇത്രയൊന്നും പുഷ്ടിയൊന്നും ഇല്ലായിരുന്നു ശരീരത്തിന്, അസ്ഥിമാത്ര ശരീരനായിരുന്നു, ആവശ്യാധിഷ്ഠിത മിനിമം മേധസ്സൊക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ ഈ നിങ്ങളുടെ ഈ ശരീരപ്രകൃതി വെച്ച് നിങ്ങൾക്ക് ആ വേഷം ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി, അതുകൊണ്ടാണ് വിളിച്ചത്. അപ്പോൾ എല്ലാ കാര്യത്തിനും പുള്ളി ഫിസിക്കലി ഫിറ്റാണോന്നോ, ആ ക്യാരക്ടറുമായിട്ട് ഒരു താതാത്മ്യം പ്രാപിക്കാൻ കഴിവുള്ള ഒരു ശരീരമാണോ ഇയാൾക്കെന്നുള്ളത് വളരെ പ്രധാനമാണ് പുള്ളിക്ക്. ആക്ടിങ് ഒക്കെ പുള്ളി പറഞ്ഞു കൊടുത്ത് ശരിയായിക്കോളും, പക്ഷേ ഈ ശരീരം കൊണ്ട്, ഈ രൂപം കൊണ്ട് കഥാപാത്രത്തിന് യോജിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റാണ് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഞാൻ വിചാരിച്ചു അതുപോലത്തെ ഏതെങ്കിലും ഒരു ചെറിയ കഥാപാത്രമായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഈ അടൂർ സാറിനൊരു സ്വഭാവമുണ്ട്, അതായത് ആർക്കും സ്ക്രിപ്റ്റ് കൊടുക്കില്ല. സ്ക്രിപ്റ്റ് കൊടുത്ത് അത് നമ്മൾ ആ പരിപാടിയില്ല. ആ ഷോട്ട് എടുക്കുമ്പോൾ സ്ക്രിപ്റ്റ് പുള്ളി അത് വായിക്കും, സീൻ വായിക്കും. ആ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പുള്ളി പറയും, അതനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ നേരത്തെ അതിനൊരു പുള്ളി കാരണം പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ സ്ക്രിപ്റ്റ് വായിച്ചാൽ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കഥാപാത്രത്തിനെ നമ്മൾ വാർക്കാൻ തുടങ്ങും, നമ്മളതിനൊരു രൂപകൽപ്പനയൊക്കെ ചെയ്യാൻ തുടങ്ങും. അത് ബുദ്ധിമുട്ടാവും. അത് പുള്ളി ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കണം എന്നില്ല. അപ്പോൾ ഈ ആക്ടർ അയാളുടെ രീതിയിൽ എന്തെങ്കിലും ക്യാരക്ടറിനെ മോൾഡ് ചെയ്തെടുത്താൽ പിന്നെ മാറ്റിയെടുക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ടാണ് പുള്ളി നിഷ്കർഷമായിട്ട് വച്ചിരിക്കുന്നത് സ്ക്രിപ്റ്റ് നേരത്തെ വായിക്കേണ്ട, പറയുന്നതനുസരിച്ച് ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ ഇതാണെങ്കിൽ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ ഞാൻ ഈ പുസ്തകം വാങ്ങിച്ച് വായിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ കുഴപ്പമില്ല ഉണ്ടോ എന്ന് ചോദിച്ചു. അല്ലാതെ അല്ലേ പുസ്തകമായതില്ല, നിങ്ങൾ നേരത്തെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, വാങ്ങിച്ച് വായിച്ചോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ തിരിച്ച് വരുമ്പോൾ ഞാനും അലിയാർ സാറും കൂടെ ഒരുമിച്ചാണ്, എൻ്റെ സ്കൂട്ടറിൽ തന്നെ സാറിനെയും കൂടെ കൂട്ടി തിരിച്ച് വരുമ്പോഴത്തേക്കും DC-യിൽ കയറി, സ്റ്റാച്യൂവിൽ DC-യിൽ കയറി, ട്രിവാൻഡ്രത്താട്ടോ, DC-യിൽ കയറി ഈ പുസ്തകം വാങ്ങിക്കുന്നു, ഭാസ്കര പട്ടേലൊരു എൻ്റെ ജീവിതം. അത് വാങ്ങിച്ച് അന്ന് കൊണ്ടുപോയി വായിച്ചു. അപ്പോഴാണ് ഞാൻ അന്തം വിട്ടുപോയത്. ശരിക്കും തൊമ്മിയാണ് അതിലെ സെൻട്രൽ ക്യാരക്ടർ. പട്ടേലരെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിലൊരു വില്ലനാണ്, ആ കഥയിലെ വില്ലനാണ്. അതിന് വില്ലനിൽ നായകത്വം ഉണ്ടെന്നൊക്കെ പറയാം, അത് വേണമെങ്കിൽ. പക്ഷേ ആ കഥയനുസരിച്ച് തൊമ്മി ഹീറോയും പട്ടേലൊരു വില്ലനുമാണ്. അപ്പോഴാണ് ഞാൻ അന്തം വിട്ടു, ഈ ക്യാരക്ടർ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ നാടക സുഹൃത്തുക്കൾ, എനിക്ക് ഒരുപാട് നല്ല നാടക ബന്ധമുള്ള ആളായിരുന്നു, നാടകം ഒരുപാട് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാടകത്തിൽ വിവരമുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ഞാൻ പറഞ്ഞു, തുളസി എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്, അവിടെ ശിവറാം സ്റ്റുഡിയോ ഒക്കെ ഉണ്ടായിരുന്ന ഒരു തുളസി. അപ്പോൾ തുളസി ആണ് ഞങ്ങളുടെ നാടകങ്ങളിൽ കുറേയൊക്കെ സംവിധാനം ചെയ്തത്. പഴയ ആദ്യകാലത്ത് ഓഫീസ് നാടകങ്ങൾ സംവിധാനം ചെയ്തിരുന്നത്, ഓഫീസിലെ റിക്രിയേഷൻ ക്ലബിൻ്റെ നാടകങ്ങൾ സംവിധാനം ചെയ്തിരുന്നതൊക്കെ ഈ തുളസിയായിരുന്നു. അത് ഇലക്ട്രിസിറ്റി ബോർഡിലൊക്കെ ഉദ്യോഗസ്ഥനായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് നാടകവും ബിസിനസ്സും ഒക്കെ ആയിട്ട് തുടങ്ങി. ഞാൻ തുളസി എടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഭാസ്കര പട്ടേൽ എൻ്റെ ജീവിതം എന്ന് പറയുന്ന കഥ അടൂർ സാർ സിനിമയാക്കാൻ വേണം. അയ്യോ, അത് ഭയങ്കര കഥയാണ്, പുള്ളി എല്ലാം വായിച്ചിട്ടുള്ള ആളാണ്, അത് നല്ല വിവരമുള്ള കക്ഷിയാണ്. അതിലെ ഏത് ക്യാരക്ടർ? ഞാൻ തൊമ്മി എന്ന് പറയും. ഗോപകുമാറെ, നിങ്ങൾ ഇനി ജീവിതത്തിൽ വേറെ ഒരു കഥാപാത്രവും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഈ കഥാപാത്രം കൊണ്ട് നിങ്ങളുടെ ജീവിത അവസാനം വരെ അറിയപ്പെടുമെന്ന് പറഞ്ഞു. ഇന്നും അതങ്ങനെയാണ്. 33 വർഷം കഴിഞ്ഞു, 33ാമത്തെ വർഷം ശരിക്കും പറഞ്ഞ ഒരു ഏപ്രിൽ മാസമാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്, വിധേയൻ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. 33 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും
ആ സിനിമ കണ്ടവരെല്ലാവരും വിധേയനിലെ തൊമ്മിയല്ലേ എന്ന് ചോദിക്കും. അതാണ് ആ ആ ആ ആ എൻ്റെ ഒരു ആ ഫ്രണ്ടിൻ്റെ ആ പ്രവചനം എന്ന് പറയുന്നത് വളരെ വളരെ ശരിയായിരുന്നു. അത് ജീവിതാവസാനം വരെ ആ കഥാപാത്രം കൊണ്ട് അറിയപ്പെടുക, ഒരു കഥാപാത്രം കൊണ്ട് അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വലിയ ഭാഗ്യമാണ്. അതുമാത്രമല്ല, അങ്ങനെ ഒരു കഥാപാത്രം എന്നെപ്പോലെ ഒരു നടനെ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. പിന്നീടുണ്ടായ എല്ലാ നേട്ടങ്ങളും ആ വിധേയൻ എന്ന് പറയുന്ന സിനിമയിലൂടെ എനിക്ക് കിട്ടിയതാണ്. ആ സിനിമ ഫുക്കുവോക്ക, ജപ്പാനിലെ ഫുക്കുവോക്ക എന്ന് പറയുന്ന സിറ്റിയിൽ ഒരു സൗത്ത് ഏഷ്യൻ ഫെസ്റ്റിവലുണ്ട്. ഫുക്കുവോക്ക ഫെസ്റ്റിവലിന് ആ ഫിലിം സെലക്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ അതിൽ ലീഡ് റോൾ ചെയ്യുന്ന ആളിനെ കൂടെ അവർ ഇൻവൈറ്റ് ചെയ്യും. അങ്ങനെ എന്നെ വിളിച്ചു. ഞാനും കൂടെ ജപ്പാനിൽ പോയി. അടൂർ സാറും ഞാനും എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ മീര സാഹിബ്, അദ്ദേഹവും കൂടെ, ഞങ്ങൾ 3 പേരും കൂടെ പോയി. 3 പേരും കൂടെ പോയി. ഞങ്ങൾ 2 പേരും ആണ് ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് പോകുന്നത്. അടൂർ സാറ് അന്ന് ടൊറൻറ്റോ ഫെസ്റ്റിവലിന് പോയിട്ട് അവിടെ നിന്ന് നേരെ ജപ്പാനിലേക്ക് വരികയായിരുന്നു. അപ്പോൾ പുള്ളി ഒരു ദിവസം ലേറ്റായി. അപ്പോൾ ഞങ്ങളൊക്കെ ചെന്നപ്പോഴത്തേക്കും ആൾക്കാർ സൗത്ത് ഏഷ്യയിലുള്ള എല്ലാ ഡയറക്ടേഴ്സും ഉണ്ട്. പക്ഷേ അവർ ചോദിക്കുന്നത് വെൻ ഈസ് അടൂർ കമ്മിങ് എന്നാണ്. അപ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ അടൂർ സാറിന് ലോക ചലച്ചിത്ര രംഗത്ത് പുള്ളിയുടെ ഒരു സ്ഥാനം എന്താണ്. വെൻ ഈസ് അടൂർ കമ്മിങ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഫസ്റ്റ് 7 ദിവസത്തെ ഫെസ്റ്റിവൽ ഞാൻ 10 ദിവസം അവിടെ ജപ്പാനിലുണ്ടായിരുന്നു. ജപ്പാനിലെ സ്ഥലങ്ങളെല്ലാം ചുറ്റി നടന്ന് കാണുകയൊക്കെ ചെയ്തു. പല സ്ഥലങ്ങളിലും ഈ അടൂർ സാറിൻ്റെ ഇതുണ്ട്. അടൂർ സാറ് ഈ ആരോടും ഒന്നും ചോദിക്കില്ല. നമ്മളാണെങ്കിൽ വണ്ടി നിർത്തിയിട്ട് അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ വഴി അറിഞ്ഞുണ്ടെങ്കിൽ അടുത്ത ആളിനോട് ചോദിക്കുമല്ലോ. ഇപ്പോൾ ജപ്പാനിൽ അത് വലിയ പാടാണ്. കാരണം ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാർ വളരെ കുറവാണ്. എല്ലാവരും ജാപ്പനീസ് ഭാഷയെ സംസാരിക്കുകയുള്ളൂ. പക്ഷേ സാറ് എന്തായാലും ഒരു മാപ്പ് വച്ചേക്കും. ഈ മാപ്പ് വാങ്ങിക്കും. ആ മാപ്പിൽ നോക്കിയാണ് നടത്തം. രാവിലെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഷോ ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ രാവിലെ ഈ മാപ്പ് എടുത്തിട്ട് നടക്കാൻ തുടങ്ങി. ഒരു ദിവസം ഇങ്ങനെ നടന്ന് പോയി. നമ്മൾ നേരെ ചെന്ന് ഒരു പർവ്വതത്തിന് മുമ്പ് പോയി നിന്നു. അവിടെ വരെ എത്തി. പിന്നെ അങ്ങോട്ട് വഴിയില്ല. പിന്നീടാണ് ഈ മാപ്പ് തല തിരിഞ്ഞു പോയി. നേരെ ഓപ്പോസിറ്റാണ് നടക്കേണ്ടത്. പിന്നെ ഓപ്പോസിറ്റ് നടന്നു. പിന്നെ ആ ഒരു 10 ദിവസം എൻജോയ് ചെയ്തു ശരിക്കും. ഒരുപാട് നല്ല സിനിമകൾ കാണാൻ പറ്റി. അവിടെ വെച്ച് കണ്ട 2 നല്ല സിനിമകളാണ്. ഒന്ന് ദ കാർ എന്ന് പറയുന്ന സിനിമ, അതുപോലെ തന്നെ ദ ഷൂസ് എന്ന് പറയുന്ന ഒരു ഇറാനിയൻ സിനിമ. ഇത് രണ്ടും ഇന്നും എൻ്റെ ഓർമ്മയില്ല. അപ്പോൾ നമ്മളെ നല്ല ഫെസ്റ്റിവലാണെങ്കിൽ നല്ല ഫെസ്റ്റിവലിൽ കാണുന്ന ചിത്രങ്ങൾ നമ്മൾ ഒരു കാലം നമ്മുടെ ജീവിതം മുഴുവൻ ഓർമ്മിച്ച് വെച്ചേക്കും. നമ്മുടെ മനസ്സിലുണ്ടാവും. അത് അങ്ങനെ മനസ്സിലുണ്ടാകുന്ന ചിത്രങ്ങളാണ് നല്ല ചിത്രങ്ങൾ. അല്ലാതെ ഒരു ദിവസത്തെ മഴയത്ത് മുളച്ച് പൊന്തിയിട്ട് പിറ്റേ ദിവസത്തെ വെയിലത്ത് പാടി കരിഞ്ഞു പോകുന്ന ഒരു എന്താ തകര പോലെ ആവരുത് സിനിമകൾ. മനസ്സിൽ നിൽക്കണം. അപ്പോൾ എന്തായാലും അതാണ് നമ്മുടെ കാലത്തെ അതിജീവിച്ച് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതാണ് നല്ല കല എന്ന് പറയുന്നത്. അങ്ങനെ വിധേയൻ എന്ന് പറയുന്ന സിനിമ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാക്കി. അതിൻ്റെ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് കർണാടകയിലായിരുന്നു. കർണാടകയിൽ നമ്മൾ മംഗലാപുരത്ത് നിന്ന് ബാംഗ്ലൂർ റോഡിലെ ഏതാണ്ട് ഒരു 100 കിലോമീറ്റർ പോകണം. ഈ കാട്ടിൻ്റെ അകത്തൂടെയുള്ള ഹൈവേ ആണ്. ശരിക്കും സക്കറിയയുടെ കഥ നടക്കുന്ന സ്ഥലം അവിടെയാണ്. ആ കഥയിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം അവിടെ തന്നെയുണ്ട്. ഫോറസ്റ്റ് ഏരിയ ആണ് ശരിക്കും. അവിടെ കുടിയേറി പാർത്ത ഒരുപാട് ക്രിസ്ത്യാനികൾ അവിടെ കുടിയേറി പാർത്തിട്ടുണ്ട്. അങ്ങനെ കുടിയേറി പാർത്ത ഒരാളാണ് ഈ തൊമ്മി. അപ്പോൾ ശരിക്കും ആക്ച്വലി ഈ സംഭവം നടന്നതൊക്കെ അവിടെ തന്നെയാണ്. സക്കറിയയുടെ ഫാദർ ഇവിടെ നിന്ന് അങ്ങോട്ട് പാലായിൽ നിന്ന് അങ്ങോട്ട് കുടിയേറി പാർത്തവരാണ് അവരുടെ ഫാമിലി. സക്കറിയൊക്കെ വളരെ കാലം അവിടെ ജീവിച്ച ആളാണ്. അപ്പോൾ എന്നെ ഇവിടെ നിന്ന് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് ട്രെയിനിൽ മംഗലാപുരം വരെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. ഞാൻ മംഗലാപുരത്ത് ഇറങ്ങി നേരെ അന്ന് രാവിലെ അവിടെ മംഗലാപുരത്തെത്തി. അവിടെ നിന്ന് നേരെ മൂകാംബികയിൽ പോയി. മൂകാംബിക ക്ഷേത്രത്തിലൊക്കെ പോയി എല്ലാം തൊഴുത് അവിടെ നിന്ന് വൈകുന്നേരമായപ്പോൾ അവിടെ നിന്ന് ഈ പറയുന്ന പുത്തൂരെന്ന് പറയുന്ന സ്ഥലമാണ്. ഈ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം പുത്തൂരെന്ന് പറയുന്ന സ്ഥലം. ആ സ്ഥലത്തേക്കാണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ഈ ടാക്സി സർവീസുകളുണ്ട്. ഈ ആളുകളെ വിളിച്ച് കയറ്റി കൊണ്ടുപോകുന്ന ടാക്സി സർവീസുകൾ.
അപ്പോൾ അങ്ങനെ ഒരു ടാക്സിയിൽ ഈ കയറി മടിക്കേരി അല്ല ഈ പുത്തൂരെന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഇറങ്ങി. അവിടെ ഇത് പറയുന്ന നല്ലൊരു ഞാൻ പറഞ്ഞില്ല, ഏപ്രിൽ മാസമാണ്, നല്ല ചൂടാണ്. അപ്പോൾ മമ്മൂട്ടിയും ആ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടല്ലോ. മമ്മൂട്ടി ആദ്യം മംഗലാപുരത്താണ് താമസിച്ചത്. അത് ഭയങ്കര പാടാണ്. കാരണം ഏതാണ്ട് ഒരു 100 കിലോമീറ്ററോളം എല്ലാ ദിവസവും യാത്ര ചെയ്ത് രാവിലെയും വൈകിട്ട് യാത്ര ചെയ്യാന്ന് വെച്ചാൽ വലിയ പാടാണ്. ഇവിടെയാണെങ്കിൽ ഈ ഹോട്ടലിലാണെങ്കിൽ AC ഉള്ള റൂമില്ല. അപ്പോൾ ആ ഹോട്ടൽ ഉടമസ്ഥനുമായിട്ടൊക്കെ സംസാരിച്ച് ഒരു റൂമിൽ AC ഒക്കെ ഫിറ്റ് ചെയ്ത് മമ്മൂട്ടി അവിടെ ആ റൂമിൽ താമസിപ്പിച്ചു. ബാക്കിയുള്ളവർക്കെല്ലാം നോൺ AC. എല്ലാ റൂമിലും ഈ 2 പേരെ വെച്ചൊക്കെയാണ് കിടത്തിയിരുന്നത്. പക്ഷേ എൻ്റെ റൂമിൽ പുള്ളിയുടെ കർശനമായ നിർദ്ദേശമുണ്ട്, വേറെ ആരെയും കിടത്തരുത്, അയാൾ മാത്രം അവിടെ കിടന്നാൽ. കാരണം വേറെ ആരും ഇയാളെ ഒരു തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യരുത്, ഇയാൾ ആരോടും സംസാരിക്കരുത്, ആ കഥാപാത്രമായിട്ട് നിൽക്കണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഭയങ്കര ചൂടുമാണ്. എല്ലാ ദിവസവും ഒരു 10-30-40 കിലോമീറ്റർ പോകണം ലൊക്കേഷനിൽ പോകാൻ. ലൊക്കേഷൻ കുറച്ച് ദൂരെയാണ്. കാരണം താമസിക്കാനുള്ള സൗകര്യം ഇവിടെയേ ഉള്ളൂ. ലൊക്കേഷനാണെങ്കിൽ കുറച്ച് ഇൻറ്റീരിയറാണ്. അവിടെ പോയി അങ്ങനെ 30 ദിവസത്തെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമായിരുന്നു, ഈ ചൂടും ഒക്കെ ആയിട്ട്. അതിനിടയ്ക്ക് എനിക്ക് വയറിനൊക്കെ പ്രശ്നമായി, അടുത്ത ഫുഡിൻ്റെയൊക്കെ വലിയ പ്രശ്നമായി. അപ്പോൾ മമ്മൂട്ടിക്ക് പുള്ളി ഇത് സ്വന്തം കുക്ക് കൂടെ ഉണ്ട്. അവർ കുക്ക് ചെയ്യുന്ന ഫുഡാണ് പുള്ളി കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ വയറിന് പ്രശ്നമായെന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞു, ഒരു കാര്യം ചെയ്ത്, നിങ്ങൾ ഇവിടുത്തെ ഫുഡ് കഴിക്കണ്ട, എൻ്റെ ഫുഡ് വരും, അത് കഴിച്ചാൽ മതി, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, നിങ്ങളിവിടെ കിടന്നു പോയാൽ എനിക്ക് ഇവിടെ കിടക്കേണ്ടി വരും, അതുകൊണ്ടാണ്. അങ്ങനെ പിന്നെ പുള്ളിയുടെ കുറച്ച് ഫുഡുമൊക്കെ കഴിച്ച് എന്നും രാവിലെ പുള്ളിയുടെ കൂടെ പുള്ളിയുടെ വണ്ടിയിലായിരിക്കും പോകുന്നത്. പുള്ളിയായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ അലിയാരി സാറും ഒക്കെ കാണും. പിന്നെ അതിൻ്റെ ജോർജ്, അദ്ദേഹത്തിൻ്റെ മേക്കപ്പ് മാനും ഡ്രൈവറും പുറകിലായിരിക്കും. ഞങ്ങൾ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ, ഞാനാണെങ്കിൽ ഞാൻ ഫ്രണ്ട് ഇരിക്കും, അല്ലെങ്കിൽ അലിയ സാറാണ് അടുത്തിരിക്കും. അങ്ങനെയാണ് എല്ലാ ദിവസവും യാത്ര. വൈകുന്നേരം വരുമ്പോൾ ഒരു പുഴയുണ്ട്, ആ പുഴയിൽ ഞങ്ങൾ ഇറങ്ങി കുളിച്ചിട്ടൊക്കെയാണ് തിരിച്ച്. ആരുമില്ല, ആ കാട്ടിനകത്തൂടെ ഉള്ളതല്ലേ, വഴിയല്ലേ, ആരും കാണാനുമില്ല, ഒന്നുമില്ല. മമ്മൂട്ടി അറിയുന്ന ആൾക്കാരും അവിടെ ഇല്ല. അത്ര ഉൾപ്രദേശമാണ്. സുഖമായിട്ട് അങ്ങനെ ആരും അറിയാതെ പുള്ളിയും ജീവിച്ചു. പുള്ളി പറയുന്നത് പുള്ളി ഒരു വിദേശത്തൊക്കെ പോയ ഈ ആരാധക വൃന്ദത്തിൽ നിന്നൊക്കെ മാറി നിൽക്കണമെങ്കിൽ ഒരു സ്വസ്ഥത വേണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പുള്ളി അറിയാത്ത സ്ഥലത്ത് പോകണ്ടേ. അങ്ങനെ അറിയാത്ത സ്ഥലം ആയിരുന്നു അവിടെയും. അങ്ങനെ പുള്ളിയും അത് എൻജോയ് ചെയ്തു. 30 ദിവസം പുള്ളി ഉണ്ടായിരുന്നു. ഞാൻ 33 ദിവസവും അവിടെ ഉണ്ടായിരുന്നു. ആ തുടക്കം മുതൽ അവസാനത്തെ ദിവസം വരെ എല്ലാം പാക്കപ്പായി വരുന്നവരെ ഞാനും ഉണ്ടായിരുന്നു. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഒരു ദിവസം ആ പട്ടേലയുടെ വീടായിട്ട് ഷൂട്ട് ചെയ്യുന്നൊരു വീടുണ്ട്. ആ വീടിൻ്റെ ആ ഫ്രണ്ട് പോർഷൻ, അത് വരാന്ത പോലത്തെ ഒരു പോർഷനുണ്ട്. ആദ്യം ഒരു കൊട്ടിയമ്പലമുണ്ട്, കൊട്ടിയമ്പലത്തിൽ ഒരു പടിപ്പുര പോലത്തെ ഒരു പോർഷനുണ്ട്. അത് ക്രോസ് ചെയ്ത് വന്ന് മെയിൻ ബിൽഡിങ്ങിലോട്ട് കയറുമ്പോൾ അവിടെ ഫ്രണ്ട് ഓപ്പണാണ്. ആ ഒരു ഓപ്പൺ പൂമുഖം പോലത്തെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീടിനകത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഫ്രണ്ടിൽ ഒരു വലിയ അലമാരയൊക്കെ വെച്ചു, 2-3 അലമാരയൊക്കെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അവിടുത്തെ ഒരു കഥയിൽ പറയുന്ന പോലത്തെ ഒരു പട്ടേലയുടെ ഒരു വീട് തന്നെയാണത്. അപ്പോൾ ഈ ഒരു ദിവസം ഈ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അടൂർ സാർ അവിടെ ഇരുന്ന് ഈ പടിപ്പുരയുടെ ഭാഗത്ത് ഇരുന്ന് സ്ക്രിപ്റ്റ് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, പുള്ളി വിളിച്ചു, ആ അലമാര ഒന്ന് മാറ്റി വയ്ക്കുക, അത് ആലമാര അവിടെ വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. പുള്ളി പിന്നെ ഇത് മാർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഈ അലമാര ആർട്ടുകാർ വിളിച്ചാലും ഭയങ്കര വലിയ അലമാരയാണ്. വലിയ അലമാര അവിടുന്ന് എല്ലാം മാറ്റി, ആ വലിയ അലമാരയൊക്കെ മാറ്റി അതിനിടയ്ക്ക് ഒരുത്തൻ്റെ കാല് മുറിയുന്നുണ്ട്. അവന് ആശുപത്രിയിൽ എന്തോ പോകുന്നുണ്ട്. അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അടൂർ സാറിൻ്റെ അടുത്ത് വന്ന് മറ്റാവുമെന്ന് പറഞ്ഞു, സാർ അത് മാറ്റിയെന്ന് പറഞ്ഞു. മാറ്റിയോ? അതല്ലെന്ന്, ആ ചെറിയ അലമാരയാണ് മാറ്റാൻ പറഞ്ഞത്.
അപ്പോൾ ഈ മാറ്റിയതും ഈ ബഹളം നടന്നതും ഒന്നും പുള്ളി അറിഞ്ഞിട്ടില്ല. പുള്ളി മുഴുവൻ ഈ പുള്ളിയുടെ മുമ്പേ ഇരിക്കുകയാണ്, നടക്കുകയാണ്. പക്ഷെ പുള്ളി മുഴുവൻ ശ്രദ്ധ മുഴുവൻ ഈ സ്ക്രിപ്റ്റിലാണ്. പിന്നെ ആ മലമാര തിരിച്ചുകൊണ്ട് വെച്ചിട്ട് ആ ചെറിയ അലമാര മാറ്റി. ചെറിയ അലമാര മാറ്റാൻ രണ്ടുപേരും മാറ്റി വെച്ചു. അത്രയ്ക്ക് കോൺസെൻട്രേഷനാണ് പുള്ളിയുടെ. പുള്ളിയുടെ അതുപോലെ തന്നെ പുള്ളിയുടെ എഴുത്തിൻ്റെ ഒരു സുഖമാണ്. ഞാൻ പുള്ളിയുടെ ഒരു ദിവസം പുള്ളി സ്ക്രിപ്റ്റ് താഴെ വെച്ചിരുന്നു. താഴെ വെച്ച് ഞാൻ പതുക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ അതിൻ്റെ ഒരു വശത്ത് അതിൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കണ്ടു. ഈ ലാസ്റ്റ് സീനിലാണ് ആ പട്ടേലർ ഇതൊക്കെ പിന്നെ പട്ടേലർ വെടികൊള്ളാൻ പോകുന്ന തൊട്ട് മുമ്പുള്ള എല്ലാം നഷ്ടപ്പെട്ട് ഭാര്യയുടെ ആൾക്കാർ ഇയാളെ വേട്ടയാടിക്കൊണ്ട് നടക്കുന്ന സമയത്ത് ഇയാളൊരു കാട്ടിൽ പോയി ഒളിച്ച് ഈ തൊമ്മിയും കൂടെ പോവും. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ പട്ടേലർ ഒരു പാറയുടെ പുറത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ ആ സിറ്റുവേഷൻ പുള്ളി എഴുതി വെച്ചിരിക്കുന്നത്, പട്ടേലർ സ്റ്റുഡ് ഓവർ ദ ഫ്രാഗ്രൻസ് ഓഫ് ദ ഫാളൺ ഫ്ലവേഴ്സ്. എന്തൊരു മനോഹരമായ ഭാഷ, ഒരു കവിത പോലെ സുന്ദരമായ ഭാഷയിൽ. ഇതാണ് അടൂർ സാറിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, എഴുതുന്ന ഒരു ശൈലി എന്ന് പറയുന്നത്. എനിക്ക് വേണ്ട മലയാളത്തിനേക്കാളും പുള്ളി ഇംഗ്ലീഷ് നന്നായിട്ട് അത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത് ഈ രൂപം വെച്ചിട്ടാണ്. അല്ലാതെ അവർക്ക് അഭിനയിക്കാൻ അറിയാമോ എന്നൊന്നും പുള്ളി നോക്കുന്ന പ്രശ്നമില്ല. വലിയ നടന്മാരൊന്നും ആവശ്യമില്ല പുള്ളിക്ക് ആ ക്യാരക്ടറിന് പറ്റിയ രൂപം ഉണ്ടാവണം ആദ്യം. അത് വളരെ ശരിയുമാണ്. കാരണം അതൊരുപാട് സേവ് ചെയ്യും. ആക്ടിങ്ങിൽ ഒരുപാട് ക്യാരക്ടറായിട്ട് സിനിമ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും, ഇത് കറക്റ്റാണല്ലോ ഈ കഥാപാത്രത്തിൽ നിന്ന്. അപ്പോൾ ഒരാളിനെ വിളിച്ചുകൊണ്ട് വന്നു ഒരാൾ വന്നു സാർ എനിക്ക് ഒന്ന് അഭിനയിക്കണമെന്നുണ്ട് സാർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി നോക്കി നല്ല രസമുണ്ട്, ഇയാൾ ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട്. പുള്ളിയുടെ പല ക്യാരക്ടേഴ്സും പ്രത്യേകതയുള്ള ക്യാരക്ടേഴ്സാണല്ലോ, അല്ല രൂപങ്ങളാണല്ലോ. പുള്ളി കൊള്ളാമല്ലോ. എന്നിട്ട് ഈ മതിലുകൾ എന്ന് പറയുന്ന സിനിമയിൽ കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ഒരാളെ വെഞ്ഞാറമൂടോടെയുള്ള ഒരാളാണ്, നല്ല പ്രായമുള്ള ആളാണ്. ജയിലിൽ ശിക്ഷ കഴിഞ്ഞിട്ടും പോവാത്ത ആളാണ്. അവിടുത്തെ ജോലിയൊക്കെ ചെയ്ത് അതിനകത്ത് തന്നെ കിടക്കുന്ന ആളാണ്, ഏതാണ്ട് മരണത്തോട് അടുത്ത ആൾ. അങ്ങനെ ഒരാളിന് വേണ്ടിയിട്ടാണ് ഈ കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിനാണെങ്കിൽ അസുഖം പിടിച്ച് കിടപ്പിലായിരുന്നു. ഈ അസുഖം പിടിച്ച് കിടക്കുന്ന ആളിനെ കസേരയിൽ കസേരയോടെ എടുത്തുകൊണ്ടെന്നാണ് അവിടെ നിർത്തി ഇതിൽ കൊണ്ടുവന്ന് ഞാൻ ചാര നിർത്തി. അങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അത്ര സ്ട്രെയിൻ എടുത്താണ് പുള്ളി ഷൂട്ട് ചെയ്യുന്നത്. വിധേയൻ ഷൂട്ടിൻ്റെ സമയത്ത് തന്നെ നമ്മുടെ അസീസ് സാറുണ്ടല്ലോ, പഴയ പോലീസിലുണ്ടായിരുന്നു അസീസ് സാറ്, ഇപ്പം ഇല്ല, അദ്ദേഹം മരിച്ചുപോയി, നല്ല മനുഷ്യനായിരുന്നു. അസീസ് സാറ് അതുപോലെ ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് വണ്ടിയിൽ പോയത്. അപ്പോൾ അസീസ് സാറ് ഈ സ്ക്രിപ്റ്റൊന്നും നേരത്തെ കൊടുക്കില്ലല്ലോ സാറ്, പക്ഷേ അസീസ് സാറിന് ആ സ്ക്രിപ്റ്റ് നേരത്തെ കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ അതിലെ ഡയലോഗ്സ് കന്നഡയാണ്, മലയാളമല്ല. അപ്പോൾ അത് എത്രയായാലും അപ്പം പറഞ്ഞു കൊടുത്ത് പഠിക്കാൻ പാടാം. അപ്പോൾ ഈ കന്നഡ ഡയലോഗ് ആയതുകൊണ്ട് അത് നേരത്തെ പഠിച്ചു വെച്ചേക്കട്ടെ, കുറച്ചേ ഉള്ളൂ, പഠിച്ചു വെച്ചേക്കട്ടെ എന്ന് പറഞ്ഞ് അത്രയും പോർഷൻ ആ ഡയലോഗ് മാത്രം എഴുതി, ഇതൊന്നും കാണാതെ പഠിച്ചു വെച്ചേക്കെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് അസീസ് സാറ് രാവിലെ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത് അന്ന്. അപ്പോൾ പിന്നെ ഇതൊന്നും നോക്കിക്കൊള്ളാം, ഞാൻ സാറ് നല്ല തന്നെയാണ് പഠിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷേ ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പേപ്പർ വാങ്ങിച്ചു. പുള്ളി പറഞ്ഞു നല്ല പാച്ചോളം, അത് മണിയായിട്ട് പറഞ്ഞു, നല്ല കൊള്ളാമല്ല സാറേ, നല്ല രസമായിട്ട് പറയുന്നുണ്ടല്ലോ. അങ്ങനെ പോയി. ഫസ്റ്റ് ഷോട്ട് അതാണ്. അതായത് ഈ പട്ടേലരുടെ വീട്ടിൽ ആ കൊട്ടിയമ്പലത്തിൽ നിന്ന് ആ പടിപ്പുര കയറി ഇറങ്ങി ആ മുറ്റത്തൂടെ നടന്ന് പുറത്ത് വന്ന് ആ മെയിൻ ബിൽഡിങ്ങിൻ്റെ അവിടെ വന്ന് അവിടെ പട്ടേലരും ഭാര്യയുണ്ട്, ഞാനും അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഇതാണ് ഈ ഡയലോഗ് പറയേണ്ടത്. അപ്പോൾ കുറേ ഒരു ലെങ്തി ഷോട്ടാണ്, ട്രാക്കും ഒക്കെ ഉള്ള ഷോട്ടാണ്, ഒരു 3-4 മിനിറ്റ് ലെങ്ത്തുള്ളൊരു ഷോട്ടാണത്. അപ്പോൾ അവിടെ നിന്ന് ഇതുപോലെ പുള്ളി അവിടെ നിന്ന് വന്നു ഈ അവൾ ഡയലോഗ് പറഞ്ഞതിന് ശേഷം ആണ് ലാസ്റ്റ് ഡയലോഗാണ് അസീസ് സാറിൻ്റെ ഡയലോഗ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഡയലോഗ് പറഞ്ഞു. അസീസ് സാറിൻ്റെ ഡയലോഗ് തുടങ്ങി, തെറ്റി, ഒന്നുകൂടെ എടുക്കാമെന്ന് പറഞ്ഞു. രണ്ടാമത് എടുത്തു ബാക്കി എല്ലാവരും ഡയലോഗ് പറഞ്ഞു. അസീസ് സാറിൻ്റെ അവിടെ വന്നപ്പോൾ ആദ്യത്തെ ശരിയായി, രണ്ടാമത് വന്നപ്പോൾ രണ്ടാമത് തെറ്റി, രണ്ടാമത്തെ വരിയായപ്പോൾ തെറ്റി.
അങ്ങനെ മൂന്നാമത്തെ ടേക്ക് എടുത്തു, 4ാമത്തെ ടേക്ക് എടുത്തു, 5ാമത്തെ ടേക്ക് എടുത്തു, 10ാമത്തെ ടേക്ക് എടുത്തു, 20ാമത്തെ ടേക്ക് എടുത്തു. അപ്പോഴത്തേക്കും 3 മണിയായി. ഉച്ചയ്ക്ക് ബ്രേക്ക് കഴിഞ്ഞിട്ട് 3 മണിയായി. 3 മണി കഴിഞ്ഞ് ഏതാണ്ട് 4 മണിയോടടുപ്പിച്ച് ആ ഷോട്ട് ഓക്കെ ആയി. രാവിലെ തുടങ്ങിയ ഷൂട്ടാണ്. വൈകുന്നേരം 4 മണിയായപ്പോൾ ഒരു ഷോട്ട് ഓക്കെ ആയി. അത്രയും സ്ട്രെയിൻ എടുത്ത്, അതായത് വേറെ ആരായാലും ഒന്നുകിൽ നാളെ എടുക്കാം, അല്ലെങ്കിൽ ഇയാളെ മാറ്റിയിട്ട് വേറെ അങ്ങനെ. അപ്പോൾ ഈ അസീസ് സാറ് എന്ന് അടൂർ സാറിൻ്റെ പറഞ്ഞു, സാറ് ഞാൻ സാറിന് ഒരുപാട് ബുദ്ധിമുട്ടിച്ചു, എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, സാറിന് ഒരു കാര്യം ചെയ്യണം, വേറെ ആരെങ്കിലും വെച്ചത് ചെയ്യണം, ഈ ക്യാരക്ടർ ഇപ്പോൾ ഫുൾ ഈ ഡയലോഗൊക്കെ ആണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാവുമല്ലോ, എനിക്കല്ല സാറിന് ബുദ്ധിമുട്ടാവുമല്ലോ. പിന്നെ സാറ് പറഞ്ഞു, അത് എൻ്റെ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾ നോക്കണ്ട, അതൊന്നും കുഴപ്പമില്ല, എൻ്റെ ആദ്യത്തെ സിനിമ മുതലുള്ള ആളല്ലേ നിങ്ങളെന്തിനാ, യു ആർ എ വെറ്ററൻ ആക്ടർ, വൈ ഷുഡ് യു വറി, ഡോണ്ട് വറി, ഐ ആം ഹിയർ എന്നൊക്കെ പറഞ്ഞ പുള്ളി. അങ്ങനെ പുള്ളി വെച്ച് ചെയ്തു. ഒരു ഷോട്ട് ഓക്കെ ആയാലേ പുള്ളി മനസ്സിന് പൂർണ്ണ തൃപ്തി ഉണ്ടെങ്കിലേ ഓക്കെ എന്ന് പറയുകയുള്ളൂ. എന്തോ ഭാഗ്യത്തിന് എൻ്റെ ആദ്യത്തെ ഷോട്ട് തന്നെ, ആദ്യത്തെ ടേക്ക് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി മങ്കട രവിവർമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു ചിരി, മങ്കട രവിവർമ്മ തിരിച്ചു അതുപോലെ ഒരു ചിരി. ആ ചിരി അവരുടെ രണ്ടുപേരുടെയും ചിരിയിലായിരുന്നു ഞാൻ എൻ്റെ ഭാവി കണ്ടതെന്ന് പറയാം. അത്ര ഉറപ്പുണ്ടായിരുന്നു എനിക്ക് ആ ചിരിയിൽ. അതിനൊരു ആത്മവിശ്വാസം കിട്ടി. ജനിക്കുമ്പോൾ ആരും ചിരിച്ചുകൊണ്ട് ജനിക്കില്ല, ജനിക്കുമ്പോൾ എല്ലാവരും കരയുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു തത്വശാസ്ത്രം എനിക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ അതങ്ങനെയാണ്. ജനിക്കുമ്പം കരയാത്ത ആ കുഞ്ഞിന് ജീവനില്ല എന്നാണ് അർത്ഥം. ഞാൻ ജനിച്ചപ്പോൾ കരഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇവർ തട്ടി നോക്കി അടിച്ചു നോക്കി രക്ഷയില്ല. ഇവർ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പതിച്ചയാണ്. ഇവർ പറഞ്ഞു ഒരു എല്ലാം കൽപ്പന പോലെയാണ്, കുറച്ച് തിളച്ച വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഇവർ തിളച്ച വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊണ്ടുവരല്ലേ വേണ്ട, കൂടെ ആവശ്യമില്ല ചോദ്യമൊക്കെ എന്തിനാന്നൊക്കെ. അങ്ങനെ ഒരു തിളച്ച വെള്ളം കൊണ്ടുകൊടുത്തു.